ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ, നിങ്ങൾ ഏത് യൂദ? സഭാപ്രസംഗി 7:1 വായിക്കുന്നത്, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനനദിവസത്തെക്കാളും ഉത്തമം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ. യൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. പക്ഷേ ആരും ആ പേരിന്ന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് യൂദ എന്ന പേരിടണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല ആരെങ്കിലും നിങ്ങളെ യൂദ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ മനോഭാവവും പ്രതികരണവും എങ്ങനെയായിരിക്കും? യൂദ എന്ന പേരിൽ പുതിയ നിയമത്തിൽ 6 പേരുണ്ട്. ഇതിൽ ഏത് യൂദയാണ് താങ്കൾ എന്ന് ഒന്ന് ചിന്തിക്കുക. ഒന്നാമത്തെ യൂദ യാക്കോബിൻ്റെ മകനായ യൂദ, തദ്ദായി ലൂക്കോസ് 6:10-14 വായിക്കുന്നുണ്ട്. ഭാഗ്യവാൻ. ഇദ്ദേഹം യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ ആയിരുന്നു. യോഹന്നാൻ 14:22 വായിക്കുന്നത്, യേശുവിനോട് സംശയം ചോദിക്കുന്ന അപ്പോസ്തലൻ്റെ പദവിയിലും ശുശ്രൂഷയിലും താൻ ശോഭിച്ചു. അവൻ ഒരു ഭാഗ്യവാനാണ്. രണ്ടാമത്തെ യൂദ എന്ന് പറയുന്നത് യൂദ ഇസ്കരിയോത്ത്. എല്ലാവർക്കും അറിയാം, യേശുവിനെ ഒറ്റിക്കൊടുത്ത ഒറ്റുകാരൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരൻ്റെ വേഷമാണ് ലോകത്തിൽ ഈ യൂദയ്ക്ക് ഉള്ളത്. ഗലീലക്കാരനായ യൂദ, അപ്പോസ്തല പ്രവൃത്തി 5:37 വായിക്കുന്നുണ്ട്. കലഹക്കാരൻ, അതായത് റോമാ ഭരണാധികാരികൾക്ക് എതിരെ രാഷ്ട്രീയ കലഹം ഉണ്ടാക്കിയ മനുഷ്യൻ. ദൈവികമല്ലാത്തതിനാൽ താൻ നശിച്ചുപോയി. പിന്നീട് നമ്മൾ കാണുന്ന നാലാമത്തെ യൂദ ബർശബാസ് എന്ന യൂദ. അപ്പോസ്തല പ്രവൃത്തി 15:22 വായിക്കുന്നു. പ്രമാണപ്പെട്ടവൻ ആണ്. യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനവുമായി അന്ത്യോക്യയിലേക്ക് അയക്കപ്പെട്ടവൻ ആണ് ഈ ബർശബാസ് എന്ന യൂദ. സഭയിൽ എണ്ണപ്പെട്ടവരിൽ ഒരാളാണ്. ഈ യൂദ ഒരു പ്രവാചകൻ കൂടിയാണ്. 32-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. പിന്നീട് ദമസ്കോസിലെ യൂദ, അപ്പോസ്തല പ്രവൃത്തി 9:11 വായിക്കുന്നു. ക്രിസ്തീയ സ്നേഹിതൻ, മാനസാന്തരപ്പെട്ട ശൗൽ, ചില ദിവസങ്ങൾ പാർത്ത വീട്ടുടയവനാണ് ഈ മനുഷ്യൻ. എല്ലാവരും ഭയപ്പെടുന്ന ശൗലിനെ പാർപ്പിക്കുവാൻ ധൈര്യം കാണിച്ച യഥാർത്ഥ സ്നേഹിതനായവൻ. പിന്നീട് യേശുവിൻ്റെ സഹോദരനായ യൂദ, അതായത് ആദ്യ സമയം യേശുവിൽ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പിന്നീട് ഈ യൂദ വിശ്വസിക്കുന്നു. കർത്താവ് സ്തോത്രം. യൂദായുടെ ലേഖനം എഴുതിയിരിക്കുന്നതും ഈ യൂദയാണ്. അതെ.